അപ്പോൾ ഡിവാൾട്ടിൻ്റെ കോഡ്ലെസ് ഡ്രില്ലിൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണിത്. അപ്പോൾ ഇത് സ്ക്രൂ 6 ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഈ വരുന്ന കണക്റ്റിലൂടെയാണ് സപ്ലൈ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലത്തെ 10 ബാറ്ററിയാണ് വരുന്നത്. 10 ബാറ്ററിയിൽ 1.2 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ 1.2 വോൾട്ട് വരുന്ന 10 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഇപ്പം എന്ന് പറഞ്ഞാൽ 2 വോൾട്ടേജും സംതിങ് വരുന്നുള്ളൂ, 3 വോൾട്ടേജ് ഇല്ല. അപ്പോൾ ഇത് മൊത്തം ഇവിടെ കാണാം, അതൊക്കെ തുരുമ്പിടിച്ച് പോയിട്ടുണ്ട്. ബാറ്ററി ഇവിടെ കാണാം, അതൊക്കെ പറ്റ ഡ്രെയിനായി പോയതാണ്. അപ്പോൾ ഇതുപോലത്തെ ബാറ്ററി കിട്ടിയില്ലെങ്കിലുള്ള ഒരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സാധാരണ നമ്മൾ പവർ ബാങ്കിലൊക്കെ വരുന്നത്, ലാപ്ടോപ്പിലൊക്കെ വരുന്ന ഇതുപോലത്തെ 4 വോൾട്ടിൻ്റെ ബാറ്ററി ഇതിട്ടാൽ 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 താഴെ സെൻട്രലായിട്ട് ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇത് അടയ്ക്കാം. ഇതിൻ്റെ പുറമെ നമുക്ക് ഈ ഒരു ബാറ്ററി ഇവിടെ നിലനിർത്താം, എന്നാലേ ഈ സോക്കറ്റിലേക്ക് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നിലനിർത്തിയിട്ട് നമുക്ക് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് പ്ലസ് മൈനസ് ഇതിൽ നിന്ന് സോൾഡർ ചെയ്തെടുക്കാം.